ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. ഞാനും അപ്പും മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. പിന്നെ കൂടെ കുറച്ച് ടീച്ചേഴ്സും. ചില യാത്രകളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്നോ ടിക്കറ്റ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴോ പെട്ടികളൊക്കെ റെഡിയാക്കി വയ്ക്കും. എന്നിരുന്നാലും ആ ഒരു ദിവസം നമ്മൾ യാത്ര പോകാൻ പറ്റുമോ ഇല്ലയോ നമുക്കൊന്നും ഒരു ഉറപ്പില്ല. പക്ഷേ ഇത്തവണത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നടന്നൊരു യാത്രയാണ് കേട്ടോ. പെട്ടെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തലേ ദിവസം രാത്രി നമ്മൾ ചിന്തിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു. അങ്ങനെ ഒരു യാത്രയെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ മൊത്തത്തിൽ. അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു യാത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനും അപ്പും കൂടിയിട്ട് കൃത്യം 7:30 മണിയുടെ ട്രെയിനിന് ഞങ്ങൾ കയറിയിട്ടുണ്ട് ഒറ്റപ്പാലത്ത് നിന്ന്. പിന്നെ കൂടെ കുറച്ച് ടീച്ചേഴ്സും ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയൊരു യാത്രയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് 7:30 മണിയുടെ ട്രെയിൻ ഒറ്റപ്പാലത്ത് എന്ന് പറയുന്നത് കോയമ്പത്തൂർ മംഗലാപുരം ട്രെയിനാണ്. അപ്പോൾ അതിന് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പയ്യന്നൂർ സ്റ്റേഷനൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പം ഒരുപാട് നദികളും പുഴകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗമൊക്കെ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ കവ്വായി കായലാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം യാത്രയുടെ കാസർഗോഡിനോട് അടുത്ത് കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നീലേശ്വരമാണ് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ള പരിചയമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇങ്ങോട്ട് വരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ആ ഒരു പ്രകൃതി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ടുള്ള നല്ലൊരു നാട്ടിൻ പ്രദേശമായിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ കാണപ്പെടുന്നത്. ഒരുപാട് നദികൾ, മലകൾ, അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലം എന്ന് വേണം പറയാം. അല്ലെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പം നമുക്ക് ഒരുപാട് പുഴകളും നദികളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ നീലേശ്വരം എത്തിയിട്ടുണ്ട് കേട്ടോ. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസും കൂടി കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഓഫീസ് തന്നെയാണ്. ഒരുപാട് ചരക്ക് സാധനങ്ങളൊക്കെ വന്ന് ഇറക്കുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ യാത്രയിൽ ഒരുപാട് സ്റ്റേഷനുകൾ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പം പലതും നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യൻ റെയിൽവേയിൽ വന്നുകൊണ്ടിരിക്കുക എന്നാണ് തോന്നുന്നത്. അപ്പം പല സ്റ്റേഷനിലും അത്തരത്തിലുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് കാണപ്പെട്ടത്. അപ്പോൾ അവിടുന്ന് നമ്മൾ അങ്ങനെ അത് മൂവ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ചില സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് ട്രെയിൻ ഒന്ന് ഫാസ്റ്റ് ആയിരിക്കും, ചിലവിടെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയും അതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എത്തിയത് കാഞ്ഞങ്ങാട് സ്റ്റേഷനാണ്. കാഞ്ഞങ്ങാട് സ്റ്റേഷനിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും നമ്മളങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ മെല്ലെ ആ സ്റ്റേഷനിലേക്ക് വന്ന് നമുക്കറിയാലോ, ഓരോ സ്റ്റേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആയിട്ട് നല്ല വലിപ്പത്തിലുള്ള മഞ്ഞ ബോർഡുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വഴിയൊന്നും സ്ഥിരമായിട്ട് യാത്ര ചെയ്യാത്ത ഒരാൾ എന്ന നിലയിൽ നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും എടുക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേഷനും അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ യാത്രയിൽ സ്റ്റാർട്ടിങ് മൂലം നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് കടന്നപ്പോഴാണ് മെല്ലെ നമുക്ക് ആ ഒരു നല്ല വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാഞ്ഞങ്ങാടും കഴിഞ്ഞു. അപ്പോൾ കാഞ്ഞങ്ങാട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടാണ് ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തത് അറിയാലോ, ഏറ്റവും കൂടുതൽ എന്താ പറയുക, സപ്തഭാഷാ സംഗമ ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ചന്ദ്രഗിരി പുഴയിലോട്ടാണ് നമ്മൾ മെല്ലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഏതാണ് ആ ഒരു ജില്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കാസർഗോഡേക്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചെറിയ നദികളും ഒക്കെ ആയിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കവ്വായി കായലും അതേപോലെ തന്നെ ചന്ദ്രഗിരി പുഴയും അതെല്ലാം കണ്ടു. ബേക്കൽ ഫോർട്ടിൻ്റെ ആ ഒരു സ്റ്റോപ്പ് അവിടെ കണ്ടു. അതേപോലെ തന്നെയാണ് ഇവിടെ കുമ്പള പറഞ്ഞ സ്ഥലം, ഉപ്പള, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു തവണയായിട്ട് അല്ലെങ്കിൽ ട്രെയിനിൽ വരുമ്പോൾ മാത്രമാണല്ലോ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭംഗി മുഴുവനും ആവോളം ആസ്വദിച്ച് അങ്ങനെ യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാസർഗോഡിൻ്റെ ആ ഒരറ്റം അല്ലെങ്കിൽ ആ ഒരു
സ്റ്റേഷനാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു സ്റ്റേഷനും കൂടിയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ എല്ലാവിടെയും പണികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ഓരോ സ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇനി അപ്പോൾ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ കൺട്രോൾ റൂം അതൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ ആ ഒരു അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെ വലിപ്പം നീളം കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നല്ല നീളവും വലിപ്പമൊക്കെ ഉള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് കാസർഗോഡും. ഇപ്പോൾ ഓരോ സ്റ്റേഷനുകളും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇൻഫർമേഷൻ ഫ്രണ്ട്ലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും സൗകര്യങ്ങളിലൊക്കെ അവരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടും പാറകൾ തുരന്നുകൊണ്ടുള്ള കുറേ പ്രവർത്തനങ്ങളും അങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇനി സ്ഥലമെടുപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വീതി കൂട്ടുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിന് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ സ്ഥലത്തും എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ സാധിച്ചു. ഒരുപാട് പുഴകളും നദികളും കാണാൻ പറ്റി. പക്ഷെ അതൊന്നും നമുക്ക് വിചാരിച്ച പോലെ ഇതിലേക്ക് എടുക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്റ്റോപ്പിലേക്ക്, അതായത് കുമ്പള എന്നുള്ള സ്റ്റോപ്പാണത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോപ്പും കടന്ന് മെല്ലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അടുത്തയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ മഞ്ചേശ്വരം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ പുഴ മഞ്ചേശ്വരം പുഴയാണല്ലോ. അപ്പോൾ ആ ഒരു പുഴയും കൂടി നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ചേശ്വരം സ്റ്റേഷൻ എന്ന് പറഞ്ഞാലും ഇതങ്ങനെ ഒറ്റയ്ക്കുള്ള കുറേ ബെഞ്ചുകളായിട്ട് കുറേ ദൂരത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം പറയുന്നത് ഈ അടുത്ത് കാണുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് സൈഡിലും വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ മഞ്ചേശ്വരവും കടന്നു നമ്മൾ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു നദി കാണാൻ സാധിച്ചത്. അപ്പോൾ അത് എന്താണ് പേരൊന്നും അവിടെ കാണാൻ പറ്റിയില്ല. വളരെ ഫാസ്റ്റായിട്ടാണ് ആ സമയത്ത് ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിൻ്റെ പേരും ബോർഡും ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ നന്നായിട്ട്, പക്ഷെ അത്യാവശ്യം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കായലാണെന്ന് തോന്നുന്നത്. ആണെന്ന് പുഴയാണോ കായലാണോ അറിയില്ല. അപ്പോൾ നല്ല വീതിയും പരപ്പും ഒക്കെ ഉള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്പീഡിലായിരിക്കും നമ്മുടെ വീഡിയോസും ഫുള്ളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം ഡോറിൻ്റെ അവിടെ നിന്നിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒന്ന് ആളുകളുണ്ടാവും, രണ്ടാമത് നമുക്ക് അതൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിസ്ക് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇരുന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ആ കണ്ടൽക്കാട് പോലുള്ള ഭാഗങ്ങളൊക്കെ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യാത്ര ഞങ്ങൾ തുടർന്ന് അവിടെ ഞങ്ങൾ മംഗലാപുരം ഇറങ്ങിയതിന് ശേഷം അടുത്ത ട്രെയിനിൽ മാറിക്കയറുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ സമയം എന്ന് പറയുന്നത് അവിടുന്ന് ട്രെയിൻ എന്ന് പറയുന്നത് 2:20 മത്സ്യഗന്ധ എന്ന് പറയുന്ന ആ ട്രെയിനായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രെയിന് മംഗളൂരു സെൻട്രലിൽ നിന്ന് പേര് അത് അവിടെ കാണാൻ സാധിച്ചില്ല, ഇടയിൽ മാത്രമായിരുന്നു അത് മെയിൻ. ലോകമാന്യ എന്നുള്ള ഒരു പേരായിരുന്നു ട്രെയിനിലുണ്ടായിരുന്നത്. നമ്മുടെ മാംഗ്ലൂർ സെൻട്രലാണത്. അപ്പോൾ ഏകദേശം നമ്മൾ 1 മണിയോട് കൂടിയിട്ട് തന്നെ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയതിന് ശേഷം തന്നെ അവിടുന്ന് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് ബൈന്ദൂർ എന്ന് പറഞ്ഞുള്ള സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. അപ്പോൾ അവിടുന്നും ഏകദേശം ഒരു 4:40 ആകുമ്പോൾ ഞങ്ങളെത്തി. കൃത്യം 2:20 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2:20 തുടങ്ങിയിട്ട് 4:40 തന്നെ നമ്മൾ ബൈന്ദൂർ പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. നല്ല മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റായിരുന്നു, ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങിയ വശം തന്നെ നേരിട്ട് തന്നെ ഇവിടെ ഒരു സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുന്നിലൊക്കെ ഇറങ്ങിയ ആളുകൾ ഒരുപാട് ദൂരമായിരുന്നു ഇറങ്ങിയപ്പം. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ നല്ലോണം നടന്ന് വരേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ നമുക്ക് എന്തോ ലാസ്റ്റിലിരുന്നുകൊണ്ട് നമ്മുടെ ട്രെയിനും ആ ഒരു ഭാഗത്തായിരുന്നു നിർത്തിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വരാനൊക്കെ സാധിച്ചു. പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഷൻ. കാരണം ഒരു സ്റ്റേഷൻ്റേതായ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്കവിടെ തോന്നില്ല. ഒരു നാട്ടിൻ പുറത്ത് വന്ന് ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഫീൽ ചെയ്തത്.
അത് മാത്രമല്ല വളരെ നീളം കൂടിയ രീതിയിലാണ് നമുക്ക് കാണപ്പെട്ടത്. ഓരോ കോച്ച് നമ്പർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ, ദാ ദൂരത്തുനിന്ന് ആൾക്കാർ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് പോകാനുള്ളത്, ഇവിടുന്ന് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഷെയർ ടാക്സി അല്ലെങ്കിൽ ഊബറോ അല്ലെങ്കിൽ ഓമ്നിയൊക്കെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഓമ്നിയാണ്, ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 6 പേർക്കും ഇരിക്കാൻ പറ്റിയ രീതിയിൽ ഉള്ളതൊരു ഓമ്നി ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടുന്ന് ഓമ്നി എടുത്തുകൊണ്ട് ഏകദേശം ഒരു 40 ടു 50 മിനിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ പോണ വഴിയെന്ന് പറഞ്ഞാൽ 2 വശങ്ങളും കാടുകളും മലകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി, പ്രത്യേകിച്ച് ആ ഒരു സമയം ആകുമ്പോൾ തന്നെ നമുക്ക് കോടമഞ്ഞ് വരുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. 2 സൈഡും മലനിരകളുമായിട്ട് പോകുമ്പം അത് നിങ്ങൾക്ക് പ്രദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ, നല്ലൊരു ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം മഞ്ഞ് മൂടി തുടങ്ങിയിട്ടുണ്ട് മലനിരകളിലൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 6 മണിയോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തിയത്. പക്ഷേ 2 ഭാഗങ്ങളും കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മംഗലാപുരം സംസ്ഥാനത്തേക്ക് വരുമ്പോഴും നമുക്ക് കേരളത്തിൽ നിന്ന് മാറി നിന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നിയതേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചത് ഏറ്റവും കൂടുതൽ വരുന്ന വഴികൾ എന്ന് പറയുമ്പം ശരിക്കും കേരളത്തിൽ തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്തത്. ഏറ്റവും കൂടുതൽ തെങ്ങുകൾ, കവുങ്ങുകൾ, അതേപോലെ തന്നെ പറങ്കിമാവിൻ്റെ തോട്ടങ്ങൾ, 2 സൈഡും ഏറ്റവും കൂടുതൽ കണ്ടിരുന്നതും അതുതന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു നമ്മുടെ സൗപർണിക നദിയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇത് എവിടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത്രയും ഒരു കാട് പിടിച്ച ഒരു സ്ഥലം തന്നെ പറയാം 2 സൈഡിലും. ശരിക്കും പറഞ്ഞാൽ അത് ബസ് റൂട്ടാണെങ്കിലും നമ്മളങ്ങനെ തുടരെ ബസ്സുകൾ വരുന്നതോ അങ്ങനെയൊന്നും നമ്മുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നല്ലാണ്ട് ബസ്സുകളൊന്നും നമുക്കിങ്ങനെ ഇടവിട്ട് നമ്മുടെ ടൗണിലൊക്കെ ഉള്ള പോലെ തന്നെ ഇടവിട്ട് പോകുന്നതായിട്ടൊന്നും ഞങ്ങൾ എത്തുന്നവരെ ഒരു ബസ് പോലും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പകരം 2 സൈഡിലും ഇങ്ങനെ നല്ല കൊടും കാടുകൾ തന്നെയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, വന്യമൃഗങ്ങൾ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്ന് ഓരോ ബോർഡുകളും ഓരോ സ്ഥലത്തും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധയോട് കൂടി തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂകാംബികയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിലേക്കാണ്. ആ ദൂരെ കാണുന്ന ആ മലനിരകളോടടുത്തുള്ള ആ ഒരു സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ മൂകാംബിക ടെമ്പിളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അവിടെ വാഹനങ്ങൾക്ക് എൻട്രി അല്ലെങ്കിൽ ഇതുവരെയാണോ പോകാൻ പറ്റുക ആ ഒരു പോർഷൻ വരെയാണ് നമ്മളും എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ അതാ ഒരു ബോർഡ് അവിടെ കാണുന്നുണ്ടല്ലോ, മൂകാംബിക ടെമ്പിൾ. അപ്പോൾ അവിടം വരെയാണ് കേട്ടോ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു ഗേറ്റ് കാണുന്നില്ലേ, അതുവരെ മാത്രം. അപ്പോൾ നമ്മളും അവിടെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ലഗേജൊക്കെ എടുത്ത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയി ഏറ്റവും ഫ്രണ്ട് സൈഡിലാണ് റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങുന്ന ആ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇതാ ഇങ്ങനെ നമ്മൾ ആ നേരത്തെ കണ്ട മലകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലം. ഇവിടുന്ന് അങ്ങനെ നടന്ന് അത്രയും ദൂരം, അതാണ് ഏറ്റവും ഫ്രണ്ടിൽ ആ ബിൽഡിംഗ് കണ്ടോ, അതുവരേക്ക് പോരണം നമുക്ക്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഇരിക്കണം. അപ്പോൾ 2 സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വരികയായിരുന്നു. ഓരോ പ്രത്യേക തരത്തിലുള്ള ഇതൊക്കെ വീടുകളിൽ ഇങ്ങനെ തൂക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രത്യേകതകളല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം അതിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. ചെറിയൊരു വിനായകർ കോവിലാണത്, ഗണപതി ക്ഷേത്രം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ വന്നിട്ടാണ് നമ്മൾ ആ എൻട്രൻസ് ഏറ്റവും ഫ്രണ്ടിൽ കണ്ടോ, അത്രയും ദൂരം നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മളിതിൻ്റെ ആൾക്കാർ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം തൊഴുകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ വഴി, കാരണം ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ തിരിച്ച് കാണിച്ചു തരാം. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ബോർഡ് കണ്ടല്ലോ, ഏറ്റവും ഇപ്പോൾ ലാസ്റ്റ് കണ്ട ആ ഒരു ബോർഡ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. അവിടെ നേരെ തന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി
ആ ഒരു പാലത്തിൽ കൂടെ കടന്ന് ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിക്കഴിഞ്ഞ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മളങ്ങനെ റൂമിലെത്തി ഫ്രഷായി. അപ്പോൾ ഏകദേശം കറക്റ്റ് സമയമാണ്, ഒരു 6 മണിയോടുകൂടി 6-6:15 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിട്ട് ഫ്രഷ് ആവുക. അതിന് ശേഷം ഒരു 7 മണിയോടെ തന്നെ ഞങ്ങൾ തൊഴുകാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ലോഡ്ജിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ റൂമുകൾ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല കുറച്ച് പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് എടുത്തതാണ്. അവിടെ 3 നല്ല വിഗ്രഹങ്ങൾ, ദേവിയുടെ വിഗ്രഹം നടുവിലും ഗണപതിയുടെ വിഗ്രഹം സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയി ഞങ്ങളുടെ റൂമൊക്കെ എത്തിയതിന് ശേഷം കുളിച്ച് ഫ്രഷായി ഞങ്ങൾ 7 മണിയോടുകൂടി തൊഴുകാൻ ക്യൂവിൽ കയറിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയൊരെണ്ണ തന്നെ ക്യൂവിൽ കയറി. അവിടെ അപ്പോൾ എഴുന്നള്ളിപ്പിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ആ എഴുന്നള്ളത്തൊക്കെ ദേവിയെ നേരിട്ട് തന്നെ 3 തവണ പല ഭാവത്തിൽ കാണാൻ സാധിച്ചു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ ക്യൂവിൽ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രദക്ഷിണമൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതും വലിയൊരു അനുഗ്രഹമായി, നമുക്കതും കൂടി കാണാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ക്യൂവും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റി. 7 മണിക്കൊക്കെ നിന്ന് 8:45 തൊഴുതിറങ്ങി. അപ്പോൾ അവിടെ നിന്ന് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് അതിന് ശേഷം ഞങ്ങൾ ഈ കടകളുടെ മുന്നിൽ കൂടിയൊക്കെ ഒന്നിങ്ങനെ കറങ്ങിയതിന് ശേഷമാണ് ഞാനും ഒപ്പം കൂടിയിട്ട് ലോഡ്ജിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ആ ഒരു ക്ഷേത്രമൊക്കെ നമ്മൾ വരുന്ന സമയത്ത് കണ്ട ആ റോഡ് സൈഡിലുള്ള ആ ഒരു ഗണപതി ക്ഷേത്രമാണത് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് കടകളും ഇതൊക്കെ ഞാൻ നോക്കി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം അങ്ങനെ നമ്മൾ തിരിച്ച് ലോഡ്ജിലേക്ക് പോയി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കണം. 5 മണിക്കാണ് നട തുറക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിയാകുമ്പോഴേക്കെങ്കിലും ക്യൂവിൽ വന്ന് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും എന്തായാലും അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എന്തായാലും മൂകാംബികയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് തന്നെ കാണുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലം അടച്ചു. 9:30 മണിയാകുമ്പോഴേക്കും തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പൂജകൾ കഴിഞ്ഞ് എല്ലാ ഭക്തരും പുറത്ത് കടന്നിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരെയും അടച്ചതിന് ശേഷമുള്ള ഫ്രണ്ട് സൈഡാണ് ഞാൻ ഈ കാണിക്കുന്നത്.
നമ്മുടെ നട അടഞ്ഞ് കിടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ കണ്ടല്ലോ ആളുകൾ തൊഴുകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതൊക്കെ ഇവിടെയായിരുന്നു. ഇനി രാവിലെ നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് സ്ഥാനം ഉറപ്പിച്ചാലാണ് ഫസ്റ്റിൽ കയറിയിട്ട് തൊഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ രാത്രി ഇവിടെ കഴിയണേ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കാണണേ.